Good evening to you all. Calicut University 6th Sem BCom Corporation Specialization Paper Cooperative Management and Administrationൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് കമ്പനി ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം. എനിക്ക് ആക്ച്വലി ഇപ്പോൾ ടീത്തിന് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചില വേർഡ്സ് കംപ്ലീറ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ലൈക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എങ്ങനെയായിരുന്നു എൻ്റെ വോയിസ് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയല്ല, എനിക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെയാണ് ഫിനാൻഷ്യൽ ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിൽ 3 പോയിൻറ്റ്സേ ആകെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ഓഡിറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ administrative audit is a critical review of the soundness and propriety of decision taken in the past and health management. ഓക്കെ, പിന്നെ ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് ഈസ് കമ്പൽസറി ഇൻ കേസ് ഓഫ് കമ്പനീസിൻ്റെ ഇൻട്രസ്റ്റിൻ്റെയും സൊസൈറ്റീൻ്റെ ഒക്കെ കേസിൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്താണ്, കമ്പൽസറിയാണ്. അതായത് നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ഓഡിറ്റിൻ്റെ കേസിൽ അങ്ങനെ ഒരു നോ ലീഗൽ കമ്പൽഷൻ, അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ലീഗൽ കമ്പൽഷൻ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത് ലാസ്റ്റത്തെ ഡിഫറൻ്റ് ആണ്. ഫിനാൻഷ്യൽ ഓഡിറ്റർ മേക്സ് റിപ്പോർട്ട് ടു ദ ഓണേഴ്സ് ഓഫ് ദി എൻ്റർപ്രൈസസ്. അതായത് ഫിനാൻഷ്യൽ ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ, അത് ഓണേഴ്സ്, അതായത് ആ എൻ്റർപ്രൈസിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്താണ് അത് സബ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ട് മാനേജ്മെൻറ്റ് ഓഫ് ദി എൻ്റർപ്രൈസ്, അതായത് ആ എൻ്റർപ്രൈസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടുത്താണ് എന്തുന്നത്, അത് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫിനാൻഷ്യൽ ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് കോപ്പറേറ്റീവ് ഓഡിറ്റും കമ്പനി ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ദ ഓഡിറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ കണ്ടക്റ്റഡ് ബൈ ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ബൈ ദി രജിസ്ട്രാർ ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആരായിരിക്കും, ഒന്നുകിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ ആയിരിക്കും. ഓക്കെ, എന്നാൽ കമ്പനി ആണെങ്കിലോ, കമ്പനിയുടെ കേസിൽ കമ്പനീസ് ആർ കണ്ടക്റ്റഡ് ആസ് പെർ ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നതാണ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മെയ്ഡ് ബൈ ദി രജിസ്ട്രാർ. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലുള്ള ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, രജിസ്ട്രാർ ആയിരിക്കും, ഏതിലൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. എന്നാൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ റെസ്പോൺസിബിൾ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ നടത്തുന്നത്, ഓഡിറ്റിംഗ് നടത്തുന്നത്, അതാണ് അടുത്ത പോയിന്റ് കേട്ടോ. അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രോഫിറ്റ് സീക്കിംഗ് കൺസേൺ ആണ്. അതായത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ എന്നുള്ളതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടത്തുന്ന ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും, എത്രത്തോളം നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പെൻസ് വന്നിട്ടുണ്ട്, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓഡിറ്റ് നടത്തുന്നുണ്ടായിരിക്കുക. എന്നാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ എങ്ങനെയായിരിക്കും, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതിൻ്റെ മെമ്പേഴ്സിൻ്റെ എക്കോണമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് എന്തൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ ആ സൊസൈറ്റിയിൽ നടക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഫ് കോഴ്സ് ഒരു ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടായിരിക്കുക. അതാണ് ആ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം. As joint stock company mainly a profit-seeking concern, the important result of audit normally expect is the disclosure of net profit available for distribution as dividend. Okay. But in a cooperative society, the primary objective is to find out how far the society has been carrying on its business on sound cooperative lines and aiming at the material and moral improvement of its members. Okay. അതാണത് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ബൈ ദി കമ്പനി.
അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിലോ വേറെ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ ഓഡിറ്റർ മേ ഹാവ് ടു പ്രിപ്പയർ ഓൾ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് വിച്ച് വിൽ ബി സൈൻഡ് ബൈ ഹിം. ഇത്രയും ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫൈനൽ ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവും അതുപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്കും കമ്പനി ഓഡിറ്റും കോപ്പറേറ്റീവ് ഓഡിറ്റും രണ്ടും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡയറക്ടർ ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റിലെ ഡയറക്ടറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്നല്ല, അയാൾ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അയാളുടെ റെമ്യൂണറേഷൻ ആരാണ് ഫിക്സ് ചെയ്യുന്നത്, അയാളുടെ പവേഴ്സ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ദ ഗവൺമെൻറ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി ദി ഡയറക്ടർ ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റ് വിത്ത് ജൂറിസ്ഡിക്ഷൻ ഓവർ ദി ഹോൾ ഓഫ് ദി സൊസൈറ്റി. അതായത് ഒരു സ്റ്റേറ്റിന് മൊത്തത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഡയറക്ടറെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഹോൾ ഓഫ് ദി സ്റ്റേറ്റ്, ഒരു സംസ്ഥാനത്തിന് മൊത്തത്തിൽ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, the qualification and the terms and condition of the person to be appointed as the director of cooperative audit shall be such as may be prescribed. അതായത് ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡയറക്ടർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ് ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഡെലിഗേറ്റ് ഓൾ ഓർ എനി ഓഫ് ദി പവേഴ്സ് ഓഫ് ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ ദി ആക്ട് ടു ഹിസ് സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. ഓക്കെ, ഇനി നാലാമത് പറയുന്ന പോയിൻ്റാണ് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ടു ഓഡിറ്റ് ഓർ കോസ് ടു ബി ഓഡിറ്റഡ് ത്രൂ പേഴ്സൺസ് ഓതറൈസ്ഡ് by him the accounts of every society at least one in each year. അതായത് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഓഡിറ്റ് നടത്തിയത് ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഉണ്ടല്ലോ, അതായത് ആ കോപ്പറേറ്റീവ് ഓഡിറ്റർ, ആ ഡയറക്ടർ അയാളെ അപ്പോയിൻറ്റ് ചെയ്ത ആൾക്കാർ തന്നെയല്ലേ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഓഡിറ്റ് നടത്തുന്നത് എന്നുള്ളത് ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണത് പറയുന്നത്. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ടു ഓഡിറ്റ് ഓർ ടു കോസ് ടു ബി ഓഡിറ്റഡ് ത്രൂ പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ ഹിം ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി അറ്റ് ലീസ്റ്റ് വൺ ഇൻ ഈച്ച് ഇയർ. ഓക്കെ, ലാസ്റ്റ് പോയിൻ്റാണ് ദ ഗവൺമെൻറ് ഷാൾ പ്രിസ്ക്രൈബ് ദി മാനർ ഇൻ വിച്ച് ഓഡിറ്റ് ടു ബി കണ്ടക്റ്റഡ് ബൈ ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതായത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എങ്ങനെയാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മിനിമം ഒരു 5 പോയിൻ്റെങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കാര്യമായിട്ട് പഠിച്ചു വയ്ക്കുകയാണെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.